അവിടെ ഞാൻ ഒട്ടും പ്രിപ്പയർഡ് അല്ലാതെയാണ് പോയത്. പക്ഷെ അവരുടെ ഒരു 2 ദിവസത്തെ ഗ്രൂമിങ് ഉണ്ടായിരുന്നു. ഗ്രൂമിങ് കഴിഞ്ഞപ്പോഴത്തേക്ക് അത്യാവശ്യം നടക്കാനൊക്കെ പഠിച്ചു, ഈ കാറ്റ് വാക്ക് ചെയ്യാനൊക്കെ പഠിച്ചു, പെജൻ പോസിൽ നിൽക്കാൻ പഠിച്ചു. ഇപ്പൊ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ പെജൻ പോസിലേ നിൽക്കാൻ പറ്റുന്നുള്ളൂ ഫോട്ടോയ്ക്ക്. ആൻഡ് ആ സ്റ്റേജിൽ കയറിയ സമയത്തുണ്ടല്ലോ, ഞാൻ ഒരുപാട് വർഷം കഴിഞ്ഞാണ് സ്റ്റേജിൽ കയറുന്നത്. കൊച്ചിലേക്ക് ഞാൻ ഇഷ്ടംപോലെ പാട്ടും കച്ചേരിയൊക്കെ അതെ, ഞാൻ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയിട്ടില്ലാത്ത ആൾ ഇത്രയും വർഷം കഴിഞ്ഞ് സ്റ്റേജിൽ കയറിയപ്പം ഐ ഫെൽറ്റ് റൈറ്റ് അറ്റ് ഹോം. എനിക്ക് ആ കണ്ണഞ്ചിപ്പിക്കുന്ന ലൈറ്റോ അല്ലെങ്കിൽ ജഡ്ജസോ ആൾക്കാരോ ഒന്നും എന്നെ ഒട്ടും പരിഭ്രമിപ്പിക്കുന്നില്ല. ദിസ് ഇസ് വെയർ ഐ ബിലോങ്. പക്ഷെ ഞാൻ ഇതായിരുന്നല്ലോ ചെയ്യേണ്ടിയിരുന്നത് എന്നുള്ളൊരു ചിന്ത ആ സമയത്ത് വന്നുകൊണ്ട് എന്നെ ഒട്ടും പരിഭ്രമം തോന്നിയില്ല. എല്ലാ റൗണ്ട്സും നന്നായിട്ട് തന്നെ കൈകാര്യം ചെയ്യാൻ പറ്റി. പക്ഷെ ഫൈനൽ 6ലേക്ക് വന്നില്ല. ഈ ഫൈനൽ 6ലേക്ക് നമ്മൾ വന്നില്ലെങ്കിൽ പോലും നമുക്കൊരു സബ് ടൈറ്റിൽ എല്ലാവർക്കും ഈക്വൽ ചാൻസ് ആണ്. സോ മിസ്സസ് അഡ്മയർഡ് പേഴ്സണാലിറ്റി എന്നുള്ള ഒരു സബ് ടൈറ്റിൽ വിൻ ചെയ്തു. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഷ്ടി 5 അടി പൊക്കമുള്ള വലിയ എടുത്ത് പറയത്തക്ക ഭംഗിയൊന്നും ഇല്ല എന്ന് ആജീവനാന്തം കേട്ടുകൊണ്ടിരിക്കുന്ന, പിന്നെ ഈ പൊതുസമൂഹത്തിന്റെ ധാരണയിൽ ഒരു എക്സ്പയറി ഡേറ്റിനോട് അടുക്കുന്ന ഒരു വ്യക്തി എന്നുള്ള ഞാൻ ഒരു സബ് ടൈറ്റിൽ വിൻ ചെയ്തു എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു.